കഞ്ഞിയൊക്കെ കിട്ടുന്ന ഒരു കഞ്ഞിപ്പുരയിലാണ്. അപ്പം നമ്മൾ പല ആളുകളും പനിയൊക്കെ വരുമ്പോഴേക്കും കഞ്ഞിനെ ഓർക്കാറ് പോലും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ കാലിക്കറ്റുള്ള കഞ്ഞിപ്പന്തലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. പഴമയുടെ രുചി തേടിയിട്ടാണ് ഇന്ന് നമ്മൾ പോയിട്ടുള്ളത്. അപ്പം നമ്മൾ കഞ്ഞി എന്ന് പറഞ്ഞാൽ പനി വരുമ്പോൾ മാത്രം കേൾക്കുന്ന പല ആളുകളുണ്ട്. ഞാനടക്കമുള്ള ആളുകളെ ഞാൻ പറയുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ ആ ദിവസത്തെ മെനു അവർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫാമിലിക്കും കപ്പിൾസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ സെറ്റിങ്സ് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഓൾഡ് ആയിട്ടുള്ള ഓരോ സെറ്റിങ്സ് ആണ് നമ്മൾ ഈ കഞ്ഞിപ്പന്തലിൽ ഇവർ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കാണാത്ത ഒരുപാട് പഴയ ഓരോ സംഭവങ്ങളാണ് ഇവിടെ. ഓരോന്ന് നമുക്ക് ഇവിടെ എത്തിയാൽ കാണാനും സാധിക്കുക. ഇവിടെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ റെസ്റ്റോറൻറ്റിൽ മെയിനായിട്ട് ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ആണ്. കോട്ടയം സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കോട്ടയം ട്രഡീഷണൽ ആയിട്ടുള്ള. പിന്നെ ഇവിടെ സീ ഫുഡിനാണ് ആൾക്കാർ മെയിൻലി വരുന്നത്. അങ്ങനെ ലൈറ്റ് ഫിഷ് ഐറ്റംസ് തവ ഫ്രൈ ആയിട്ട്. ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് കരിമീനും മാന്തയാണ്. അതൊക്കെ നമ്മൾ ഇവിടെ ഹമൂർ ഉണ്ടാവാറുണ്ട്, കേദർ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷ് ഉണ്ടാവും. അത് വ്യത്യസ്ത ഫ്ലേവറിൻ്റെ അകത്ത് കസ്റ്റമറിൻ്റെ ഡിമാൻഡൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓരോ ദിവസം ഓരോ മെനു ആയിരിക്കും. ഓരോ മെനു ആയിരിക്കും. നമ്മുടെ ഇൻസ്റ്റാ പേജിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും അങ്ങനത്തെ മെനു നമ്മളിടും. പിന്നെ സീസണൽ ഫിഷൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ എത്ര മണി മുതലാണ് സ്റ്റാർട്ടിങ്? രാവിലെ 11 to രാത്രി 11 വരെ. രാത്രി ആകുന്ന സമയത്ത് മെനു മാറുന്നുണ്ട്. ഈ കഞ്ഞി ഐറ്റംസും ചോറൊക്കെ അപ്പോഴും അവൈലബിൾ ആയിരിക്കും. പക്ഷെങ്കിൽ അതിന്റെ പുറത്ത് തേങ്ങാപ്പത്തിരി ഉണ്ടാവും, തട്ടുദോശ ഉണ്ടാവും, അങ്ങനത്തെ ഐറ്റംസ്. അതൊക്കെ വൈകുന്നേരം 6 മണി മുതൽ അതെല്ലാം സ്റ്റാർട്ട് ആവും. പിന്നെ കൊത്തു പൊറോട്ട, കിഴി പൊറോട്ട, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ നെയ്ച്ചോറുണ്ട്, ചട്ടിച്ചോറിൽ തന്നെ വരുന്നുണ്ട്. ചട്ടിച്ചോറ് സീ ഫുഡ് വരുന്നുണ്ട്, ബീഫിൽ വരുന്നുണ്ട്. ബീഫ് എന്ന് പറയുന്നത് ഇവിടെ പോത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പോത്തിന്റെ ഐറ്റംസിനൊക്കെ ഇവിടെ കുറെ കൂടെ ആൾക്കാർ പ്രിഫർ ചെയ്യും. എല്ലാവർക്കും പറ്റുമല്ലോ. അതെ. പിന്നെ നെയ്ച്ചോറിന് ചട്ടി, നെയ്ച്ചോറിലും തന്നെ സീ ഫുഡും ബീഫിലും ഒക്കെ നെയ്ച്ചോറ് വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ആയി? 2 വർഷത്തിന്റെ അടുത്തായി നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട്. ചെറിയൊരു സ്പേസ് ആയിരുന്നു. പക്ഷേ ആളുകളൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ വന്നപ്പോഴാണ് അപ്പോഴത്തേക്കും കൂടെ. ഇത് എങ്ങനെയാ മണ്ണ് കൊണ്ടുള്ള അതൊരു പഴയ ഒരു ആ ഒരു എല്ലാം പഴമയുടെ ഒരു രുചിയും. പിന്നെ കഞ്ഞിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ മെനു കാർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ കണ്ട അതാണ് ഓരോ ഡെയിലി ഉള്ള മെനു അന്നത്തെ സ്പെഷ്യലി. ഇവിടെ എങ്ങനെ കസ്റ്റമർ അത്യാവശ്യം ഉണ്ടാവും? ഉണ്ടാവാറുണ്ട്. ഓരോ ആ ഒരു ടൈമാണ് അധികം ഇവിടെ 2 to 3 മണി അല്ലെങ്കിൽ 3 to 4 ആ ഒരു ടൈമൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ നൈറ്റ് ആണെങ്കിലും 9 to 10 അല്ലെങ്കിൽ 8 to 9 അങ്ങനെ നമുക്ക് 2-3 മണിക്കൂർ അങ്ങനെ. ഇത് സെർവ് ചെയ്യുന്നൊക്കെ ഇവിടെ 3 സ്റ്റാഫാണ്. ലേഡീസിൽ 3 സ്റ്റാഫാണ്. അപ്പോൾ ഇത് നമ്മളെ കാലിക്കറ്റ് ബീച്ചിൻ്റെ കുറച്ച് ഉൾഭാഗത്താണ് ഈ ഒരു കഞ്ഞിപ്പന്തൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ അടിച്ച് പോകാവുന്നതാണ്, അല്ലെങ്കിൽ നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ. അവിടുന്ന് ആരോട് ചോദിച്ചാലും ഈ ഒരു കഞ്ഞിപ്പന്തൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ചുമരിലും പഴയ ഒരു സെറ്റിങ്സ് ആണ് ഇവർ കൊടുത്തിട്ടുള്ള. മണ്ണ് കൊണ്ടൊക്കെയാണ് ഈ ഒരു ചുമര് വരെ അവർ സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൊട്ടകളുണ്ട്. പിന്നെ പഴയ ഓരോ പാത്രങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സ്റ്റൈലിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വന്ന ടൈമിൽ തന്നെ അവർ നല്ലൊരു വെൽക്കം ഡ്രിങ്കും തന്നിട്ടുണ്ട്. സംഭാരം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഇതുപോലെ നല്ല വെറൈറ്റി ട്രാവലിംഗ് ഷോപ്പ് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നെസ്മി വ്ളോഗിലൂടെ കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് എവിടെയാണെന്നൊക്കെ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാലേ ഇതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പോയ ദിവസം ഇതായിരുന്നു അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത്. മാന്തയും അതുപോലെ തന്നെ കരിമീനും ആയിരുന്നു. അപ്പം നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല മീൻ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാതിര കഞ്ഞിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഡിഷസ് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു സൈഡ് ഡിഷസ് കഴിച്ചാൽ തന്നെ വയറ് ഏകദേശം ഫില്ലാവും.
അത്രയും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഞ്ഞിപ്പന്തലിൽ അവർ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വൈകുന്നേരം മെനു മാറുമെന്ന് അവർ പറഞ്ഞത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനേ ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾ അവിടെ ചെന്നാൽ വേണ്ടി. അപ്പം ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാതിര കഞ്ഞി, അതുപോലെ തന്നെ ഒരുപാട് മീൻ ഐറ്റംസ് ആണുള്ളത്. കൂന്തലുണ്ട്, ചെമ്മീനുണ്ട്, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻ ഐറ്റംസ് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് അവർ. അപ്പം ഞാനിത് കുടിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഒരു പ്രാവശ്യം നിങ്ങൾ വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പാതിരാക്കഞ്ഞി, പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് സൈഡ് ഡിഷസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ കൂന്തലുണ്ട്, ചെമ്മീനുണ്ട്, കപ്പുണ്ട്, പിന്നെ ഉപ്പേരികളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവം നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചട്ടിച്ചോറാണ്, മീൻ ചട്ടിച്ചോറാണ് പറയുന്നത്. മീൻ കൂന്തൽ, അങ്ങനെ ഒരുപാട് മീൻ ഐറ്റംസ് ഈ ഒരു ചട്ടിച്ചോറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടമുണ്ട്, ഉള്ളിൻ്റെ ചെറിയൊരിതുണ്ട്, പിന്നെ അച്ചാറുകളുണ്ട്, ചമ്മന്തി ഉണ്ട്, അങ്ങനെ ഒരുപാട് നമുക്ക് എങ്ങനെ പറയുന്നത് 3 ഡിഷസ് നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഈ ഒരു 3 ഐറ്റംസ് ഈ ഒരു ചട്ടിച്ചോറിക്ക് നമുക്ക് കൂട്ടിക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പം ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, കൂന്തലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിലുണ്ടായിരുന്ന ഉപ്പേരും കാര്യങ്ങളൊക്കെ ഈ ഒരു കഞ്ഞിയിലിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ചിക്കനും ബീഫും എല്ലാം കൂടി ആ ഒരു കപ്പയിലിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഫ്ലേവറൊക്കെ അവർ മാറ്റിയിട്ട് അവർ ഫുഡ് ഉണ്ടാക്കി തരുന്നതാണ്. ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നമ്മൾ കഞ്ഞിപ്പന്തൽ വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ വരുന്നവരെ തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈദ് കളക്ഷൻ ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഒരു മധുരമാവാമെന്ന് വിചാരിച്ച് ഒരു പുഡിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കസ്റ്റാർഡ് പുഡിങ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുഡിങ്ങിലും ജ്യൂസിലൊക്കെ വെറൈറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതും കൊള്ളാമായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പോരാൻ നേരത്ത് അവരെ ഒരു മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയ ചെറിയ അലുവ പീസ് കൂടി തരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബായ്.